Mr. Prosecutor. എന്തോ? Congratulations. Thank you. ജോസേട്ടാ, അറ്റ്ലീസ്റ്റ് കാര്യം എന്താണെന്നെങ്കിലും പറ. നീയൊന്നും അടങ്ങടാ. കേസ് വല്ലതാണോ? കേസ് വല്ലതാണോ ഒന്ന്? അയാളുടെ മോളെ പിടിച്ചും കെട്ടിച്ചേരാനാ. ജോസ് ഞാനാ വിളിക്കുന്നുണ്ട്. അതെ, ശരിക്കും പുള്ളിയുടെ മോളേക്ക് കെട്ടിച്ചേരാൻ പോവാണ്. അതെ. നമസ്കാരം ജേക്കബ് സാർ. ജോസേ, തനിക്കവിടെ നല്ല കോളാണെന്ന് കേട്ടല്ലോ. എന്റെ ആരെയില്ല തന്നെ പറഞ്ഞുണ്ടാക്കുന്നേ. നമ്മുടെ മണ്ടമ്മയുടെ ഏലത്തിന്റെ കാര്യം ഒരിക്കും. ഏലത്തിന് വില കുറഞ്ഞു. പിന്നുള്ള രാമപുരത്തിലെ റബ്ബറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലേ കൂട്ടുകൃഷിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യം എന്നായി? ഇതാണല്ലേ ആള്, സ്മാർട്ടാണല്ലോ. നമ്മുടെ അളിയനല്ലയോ? അതെങ്ങനെയാ വരൂ? ഞാൻ ഈ കസേരയിൽ വന്നിരുന്നത് മുതലേ തന്റെ അളിയച്ചാരി എനിക്ക് ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല. തന്റെ കാര്യം പറഞ്ഞ് വിളിയോട് വിളിയാ. സാറിനൊരാവശ്യം വന്നപ്പോ സാർ എന്നെ വിളിച്ചെന്റെ അത്ര ഞാൻ സാറിനെ വിളിച്ചിട്ടില്ല. എടോ, അത് നമ്മൾ തമ്മിലുള്ള കാര്യമല്ലയോ? ഇത് അതുപോലാണോ? എന്ത് കാര്യമാ? ഞാൻ പറഞ്ഞിട്ടില്ല. എടോ, തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് ഇരുത്താൻ. എന്നെയോ? കണ്ടോ, പുള്ളി തന്നെ ഞെട്ടി. അപ്പോ പുള്ളിയുടെ പേര് പറയുന്ന എന്റെ കാര്യമോ? അനിയ, എല്ലാ കടിച്ചു തൂങ്ങലുകളും കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ളത് ഒറ്റ സീറ്റാ. അതിനുവേണ്ടി കടിപിടി കൂടുന്നത് അറിയാമായിരിക്കും. അഡ്വക്കേറ്റ് ഷാനി എബ്രഹാമും ഷാഹുൽ ഹമീദും. രണ്ടും ഗ്രൂപ്പിലെ കൊമ്പന്മാരുടെ ആൾക്കാരാ. ഇതിനിടയ്ക്ക് പേരെന്താ പറഞ്ഞ? എബിൻ മാത്യു. ഈ പേര് പറഞ്ഞ അപ്പ വെട്ട് തടുക്കണം സാറേ. ഇത് കേൾക്കാനാണോ ഞാൻ പാലയിൽ ഇത്ര ദൂരം വന്നേ? ഇയാളൊന്ന് സമാധാനപ്പെടേ. താൻ ഓടിയെത്തിയതിനേക്കാൾ സ്പീഡിലാണ് ഇവിടെ കാര്യങ്ങൾ മറിഞ്ഞത്. രണ്ട് ഗ്രൂപ്പിനെ പിണക്കാൻ വയ്യാത്തത് കൊണ്ട് പാർട്ടി മറ്റേ നയമെടുത്തു. ചെറുപ്പക്കാർക്ക് അവസരം. വേഗം ആ ഗ്യാപ്പിലെ നമ്മുടെ അലിയച്ചാരുടെ ചീട്ടങ്ങിറക്കി. വെട്ട് വീണില്ല. എന്ന് വെച്ചാ തന്റെ അളിയനെ സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു. എന്താടോ, വിശ്വാസമാകുന്നില്ല? ഭരണകാലത്തേക്ക് ഒരു കൂട്ട് വിഴുതിരി. അതല്ല, എന്നെക്കാൾ ഒരുപാട് സീനിയേഴ്സ് ഒക്കെ ഉള്ളപ്പോ ആൾക്കാരൊക്കെ എന്തു പറയും? എടോ, അതിനിത് സീനിയോറിറ്റി ഒന്നും നോക്കിയിട്ടല്ലോ. പിന്നെ തനിക്കിത്ര ദണ്ണമാണെങ്കിൽ താൻ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതാണല്ലോ വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരിയാണ്. തന്നെ വിശ്വസിച്ച് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാവോ? ഏൽപ്പിക്കാം.